തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവും ബി.ജെ.പി. നേതാവുമായ എം.ആർ. ഗോപന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ വ്യാപക പ്രതിഷേധം. തിരുവനന്തപുരം കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദ പ്രകടനത്തിന്റെ മറവിൽ ചിലർ സംഘം ചേർന്ന് വീട് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ ബി.എം.എസ്. നേതാവ് ഉൾപ്പെടെ 8 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ വിജയാഹ്ലാദ പ്രകടനങ്ങൾ തലസ്ഥാന നഗരിയിൽ അക്രമങ്ങളിലേക്കാണ് കലാശിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവും ബി.ജെ.പി. നേതാവുമായ എം.ആർ. ഗോപന്റെ വീടിന് നേരെ 50ഓളം വരുന്ന കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ ഇന്നലെ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. ഗോപന്റെ വീടിന്റെ ജനൽച്ചില്ലുകൾ ഇവർ തകർത്തു. ആക്രമണത്തിൽ മകൻ വിവേക, അയൽവാസി വിപിൻ, ബി.എം.എസ്. യൂണിയൻ ജില്ലാ സെക്രട്ടറി മധു ഉൾപ്പെടെ 8ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കോൺഗ്രസ് പ്രവർത്തകരുടെ അക്രമ സ്വഭാവമാണ് സംഭവത്തിലൂടെ പുറത്തു വന്നതെന്ന് എം.ആർ. ഗോപൻ ജനൻ ടിവിയോട് പറഞ്ഞു. കോൺഗ്രസിൻ്റെ തരൂരിൻ്റെ വിജയാഹ്ലാദ പ്രകടനം എന്ന നിലയ്ക്ക് മദ്യപിച്ച് തറയിൽ കാല് നിലത്ത് നിൽക്കാത്ത കുറേ ആളുകൾ ആദ്യം തന്നെ ബൈക്കിൽ വന്ന് ഇവിടെ പ്രകടനം നടത്തി. പടക്ക് കൊണ്ട് എൻ്റെ വീടിൻ്റെ ഗേറ്റിലും മതിലുമായിട്ട് എറിഞ്ഞു പൊട്ടിച്ചു. ഇവിടെ എൻ്റെ വീടിൻ്റെ സമീപത്തുണ്ടായിരുന്ന 2-3 പിള്ളേരെ അടിച്ച് ഒട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ പിള്ളേരുമായിട്ട് ചെറിയ വഴക്കായതിന് ശേഷം പിന്നെ ഇവർ പോയി വലിയതായിട്ടൊരു പ്രകടനം കൊടിയും വിജയാഹ്ലാദം എന്ന നിലയ്ക്ക് വന്ന് ഈ ഭാഗത്തുള്ള മുഴുവൻ കൊടിതോരണങ്ങൾ നശിപ്പിച്ചു. എൻ്റെ വീട്ടിലേക്കത്ത് പടക്കെറിഞ്ഞു. വീടിനകത്ത് കയറി വീടിൻ്റെ ഗ്ലാസിൻ്റെ ചില്ലൊക്കെ അടിച്ച് പൊട്ടിച്ചു. കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ കോൺഗ്രസിൻ്റെ കൊടിയും പതാകയും പിടിച്ച് കോൺഗ്രസിൻ്റെ ലീഡർമാരുൾപ്പെടെ ചേർന്നാണ് ഇവിടെ വന്നിട്ട്. മധു എന്ന് പറയുന്ന എൻ്റെ വീടിൻ്റെ അയലത്തുള്ള എൻ്റെ അനുജനായിട്ടുള്ള ബി.എം.എസിൻ്റെ ഹെഡ്ലോഡ് വർക്കേഴ്സിൻ്റെ ജില്ലാ ചുമതലയുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെട്ടുകയും അതോടൊപ്പം തന്നെ വേറെ 2 പ്രവർത്തകർ ഇവിടെ ഇതറിഞ്ഞു വന്ന ആൾക്കാരെ തലങ്ങും മലങ്ങും വെട്ടി, നിരവധി കുട്ടികൾക്ക് അടി കിട്ടി. അങ്ങനെ ഒരു വലിയ പോലീസിൻ്റെ പ്രസൻറ്റിൽ നടത്തിയ ഒരു വലിയ അക്രമമായിരുന്നു ഇവിടെ കാണാൻ സാധിച്ചത്. അങ്ങനെ ഇതിനു മുമ്പ് പോലും വലിയ കലാപങ്ങൾ ഉണ്ടായ സമയത്ത് പോലും ഇങ്ങനെ ഒരു അക്രമം ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് ജയിച്ചാൽ ഇത്ര വലിയ കലാപം ഉണ്ടാകുന്നു എന്നുള്ളത് അത്ഭുതകരമായിട്ട് നോക്കിക്കാണുക. CPM-ൻ്റെ ഗുണ്ടായിസത്തേക്കാൾ കൂടുതൽ കോൺഗ്രസിൻ്റെ പേര് പറഞ്ഞ് തരൂർ ജയിച്ചതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇത്രയും വലിയ തോതിലൊരു അക്രമം അഴിച്ചുവിടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ നിലവിലില്ല. സംഭവത്തിൽ നേമം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജനം, തിരുവനന്തപുരം.